അബ്രോഡ് MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പലരും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. എന്നാൽ ഈജിപ്തിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലെ ഫീസ് എല്ലാവർക്കും താങ്ങാവുന്ന ഒരു ഫീസ് അല്ല. മാത്രമല്ല ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ വളരെ സ്മൂത്ത് ആയിട്ട് പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും അക്കാഡമിക്കലി പോസിബിൾ അല്ല, മീൻസ് അത്ര സിമ്പിൾ അല്ല. അത്തരം വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈജിപ്തിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. ഈജിപ്തിലെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടെങ്കിലും അവിടെ റെലവന്റ് ആയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റി ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അതിന്റെ പേരാണ് നെഹ്ദ യൂണിവേഴ്സിറ്റി. നെഹ്ദ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്ദ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ബനു സൈഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ബനു സൈഫ്. ബനു സൈഫ് എന്ന് പറയുന്നത് കൈറോ ഒരു സംസ്ഥാനമാണ്, ബനു സൈഫ് മറ്റൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ന്യൂ ബനു സൈഫ് സിറ്റി. ഈ ന്യൂ ബനു സൈഫ് സിറ്റിയിലാണ് ഈ നെഹ്ദ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം കൈറോയിൽ നിന്ന് ഒരു 130 കിലോമീറ്റർ ആണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് നോർമലി നമ്മുടെ കൈറോ, ഐൻ ഷംസ് പോലത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുള്ള പോലെ തന്നെ 7 വർഷമാണ് നമുക്ക് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. 5 വർഷം കോഴ്സും 2 വർഷത്തെ ഇന്റേൺഷിപ്പും അടക്കം ടോട്ടൽ 7 വർഷമാണ് നമുക്ക് കോഴ്സ് വരുന്നത്. ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഈ യൂണിവേഴ്സിറ്റിക്ക് എല്ലാവിധ അക്രഡിറ്റേഷൻസും ഉണ്ട്. ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ അക്രഡിറ്റേഷൻസും നെഹ്ദ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. നമുക്ക് നെഹ്ദ യൂണിവേഴ്സിറ്റി കോഴ്സ് നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. മാർച്ച് 12 മാസം ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ WHO ലിസ്റ്റഡ് ആണ്. അതുപോലെ നമുക്ക് ഈജിപ്ഷ്യൻ ലൈസൻസിനും എലിജിബിൾ ആണ്. സോ ടോട്ടലി ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ അക്രഡിറ്റേഷൻസും നെഹ്ദ യൂണിവേഴ്സിറ്റിക്ക് നിലവിലുണ്ട്. സോ അതുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നെഹ്ദ യൂണിവേഴ്സിറ്റി. നെഹ്ദ യൂണിവേഴ്സിറ്റിന്റെ മെഡിസിൻ ഫാക്കൽറ്റി എന്ന് പറയുന്നത് നെഹ്ദ യൂണിവേഴ്സിറ്റി 25 വർഷം പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മെഡിസിൻ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നത് ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തെ വിയന്ന യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള അക്കാഡമിക് കൊളാബറേഷൻ നെഹ്ദ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. സോ സിലബസിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് വിയന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ അങ്ങനെ ഒരു യൂറോപ്യൻ എക്സ്പോഷർ കൂടി നമുക്ക് നെഹ്ദ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അതിന്റെ അക്കാഡമിക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നെഹ്ദ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് കൈറോ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് നെഹ്ദ യൂണിവേഴ്സിറ്റിയിലെയും പ്രൊഫസേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഈജിപ്തിലെ ബജറ്റ് ഫ്രണ്ട്ലി അഡ്മിഷൻ നോക്കുന്നവർക്കുള്ള ഓപ്ഷനാണ് നെഹ്ദ യൂണിവേഴ്സിറ്റി. നല്ല യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഫെസിലിറ്റീസ്, സ്പോർട്സ് ഫെസിലിറ്റീസ്, അതുപോലെ ക്യാമ്പസ് അനുബന്ധമായിട്ടുള്ള നല്ല ക്ലാസ് റൂമുകൾ, നല്ല ലാബുകൾ, നല്ല സിമുലേഷൻ സെന്റർ, ഇതെല്ലാം ഉള്ള നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ് നെഹ്ദ യൂണിവേഴ്സിറ്റി. പക്ഷേ ഈജിപ്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും പോലെ തന്നെ ഈജിപ്തിലെ സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, അവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രി നടത്തുന്ന സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് സിസ്റ്റം വഴിയാണ് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. സോ കോഴ്സ് വരുന്നത് 5 വർഷത്തെ കോഴ്സും 2 വർഷത്തെ ഇന്റേൺഷിപ്പും. അതായത് ഈജിപ്തിൽ ജനറലി എങ്ങനെയാണോ കോഴ്സ് ഡ്യൂറേഷൻ ഉള്ളത് അതേ ഡ്യൂറേഷൻ ആണ് നെഹ്ദ യൂണിവേഴ്സിറ്റിയിലും വരുന്നത്. ഫീസ് വരുന്നത് നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഈജിപ്തിനകത്ത് ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. $7,000 ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീസ്. പക്ഷേ നമ്മുടെ ഏജൻസിക്ക് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്കോളർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ കുട്ടികൾ അടയ്ക്കുന്നത് $5,000 ആണ്. ഏകദേശം ഒരു വർഷം അടയ്ക്കുന്നത് $5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4,80,000 ആയിരിക്കും വരിക. $5,000 ആണ് പ്രതിവർഷം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറമെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ അഡീഷണൽ സ്കോളർഷിപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏജൻസിക്ക് ഒരു നമ്പർ ഓഫ് ലിമിറ്റഡ് സീറ്റ്സ് സ്കോളർഷിപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇയർലി അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആ സ്കോളർഷിപ്പ് സീറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെമസ്റ്റർ വൈസ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് സിസ്റ്റം ഉള്ളത്. സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി വരെ ആയിരിക്കും ആദ്യത്തെ സെമസ്റ്റർ വരുന്നത്. ഫെബ്രുവരി മുതൽ ഏകദേശം ജൂൺ അവസാനം വരെയാണ് രണ്ടാമത്തെ സെമസ്റ്റർ വരുന്നത്. ഇതിനകത്ത് നമുക്ക് സെമസ്റ്ററിന്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് 2 മാസങ്ങൾക്ക് നമുക്ക് വാർഷിക ലീവായിരിക്കും. ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഈജിപ്തിലെ മറ്റു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് വളരെ കോപ്പറേറ്റീവ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങൾ അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടെ യൂണിവേഴ്സിറ്റി കൾച്ചറൽ ഇവന്റ്സ്, മറ്റു പ്രോഗ്രാംസ്, അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ആക്റ്റീവായിട്ട് നിർത്താനുള്ള എല്ലാവിധ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈജിപ്തിലെ മറ്റു യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാറില്ല. പക്ഷേ ഇവർ നോമ്പ് തുറ, അതുപോലെ കൾച്ചറൽ ഫണ്ട്, കൾച്ചറൽ ഇവന്റ്സ്, അതുപോലെ കുട്ടികൾ എല്ലാ വർഷവും എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡ്രോപ്പും തിരിച്ചു പോകുന്ന സമയത്ത് നേരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് എയർപോർട്ടിൽ ഇറക്കുന്ന ഒരു രീതി യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഈജിപ്തിൽ നമുക്ക് വിസ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. 1 വർഷത്തേക്കാണ് നമുക്ക് നോർമലി ഈജിപ്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിസ കിട്ടുന്നത്. എന്നാൽ അതിന് ചെലവ് വരുന്നത് $150 ആണ്. അപ്പോൾ മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ $150 പുറമെ മെഡിക്കൽ ചെക്കപ്പ്, മറ്റു കോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ നെഹ്ദ യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീസിന്റെ പുറമെ യാതൊരുവിധ അഡീഷണൽ കോസ്റ്റും വരുന്നില്ല. എല്ലാം യൂണിവേഴ്സിറ്റി തന്നെയാണ് കവർ ചെയ്യുന്നത്. സോ നമുക്ക് ബജറ്റ് ആണ് നോക്കുന്നെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നെഹ്ദ യൂണിവേഴ്സിറ്റി. മാത്രമല്ല അക്കാഡമിക് ക്വാളിറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ വിവിധ വർഷങ്ങളായിട്ട് പഠിക്കുന്ന നിരവധി സ്റ്റുഡൻസ് നമുക്ക് കീഴിലുണ്ട്. അവരായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അഡ്മിഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 58% മാർക്കാണ് നമുക്ക് വേണ്ടത്. പ്ലസ് 2 നിന്ന് 5 വിഷയം എടുക്കും, 10ാം ക്ലാസ്സിൽ നിന്ന് 3 വിഷയം എടുക്കും. ഈ 8 വിഷയത്തിന്റെ ആവറേജിൽ നമുക്ക് 58
98% ഉണ്ടെങ്കിലാണ് നെഹ്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പറ്റുക. സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാൻ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അറബിക് സ്പീക്കിംഗ് കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ നെഹ്ദ യൂണിവേഴ്സിറ്റിയോളം നല്ല ഒരു ഓപ്ഷൻസ് ഇല്ല. നമുക്ക് അവിടെ താമസം വരുന്നത് ഏകദേശം യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ അവൈലബിൾ ആണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് അവിടെ സെൽഫ് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. രണ്ടാമത് നമുക്ക് $2000 ഒരു വർഷത്തേക്ക് ഫീസ് വരും. സോ നമ്മൾ പുറത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ 4/1 ചെലവിൽ നമുക്ക് പുറത്ത് താമസിക്കാൻ പറ്റും. കാര്യം കൈറോ സിറ്റിയിൽ നിന്ന് മാറിയ സിറ്റി ആയതുകൊണ്ട് നമുക്കൊരു മാസം ജീവിത ചെലവ് വരുന്നത് താമസത്തിന് ഏകദേശം 6000 രൂപ അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് ആയിരിക്കും നമുക്ക് താമസത്തിന് വരിക. സോ ആ 5000 രൂപ അല്ലെങ്കിൽ 6000 രൂപ താമസത്തിന് കൊടുക്കുക. അതുപോലെ അതേ ഒരു എമൗണ്ട് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 12000 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബനു സൈഫ്. സോ നമുക്ക് അവിടെ താമസം വരുന്നത് അപ്പാർട്ട്മെന്റിലാണ്. നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അപ്പാർട്ട്മെന്റിലായിരിക്കും താമസം വരുന്നത്. ഒരു റൂമിൽ 2 പേർ എന്നുള്ള രീതിയിൽ, 3 റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ടോട്ടൽ 6 പേർ എന്നുള്ള രീതിയിലായിരിക്കും താമസം കാര്യങ്ങളും വരിക. അപ്പോൾ വളരെ അഫോർഡബിൾ ആണ്. മാത്രമല്ല അവിടെ നമുക്ക് AC, വാഷിംഗ് മെഷീന്, ബെഡ്, പില്ലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ബേസിക് സംവിധാനങ്ങളും ഉണ്ടാവുന്ന ഒരു അപ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ താമസം വരിക. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ വരിക. മാത്രമല്ല യൂണിവേഴ്സിറ്റി VNI യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൊളാബറേഷനോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പഠനത്തെ നെവർ മൈൻഡ് ആയിട്ട് കാണാത്ത കുട്ടികൾക്കൊക്കെ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സിലബസ് ആണ് നെഹ്ദ യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഈജിപ്തിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യതിരിക്തമായിട്ട് പഠനത്തെ ഏകദേശം സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നെഹ്ദ യൂണിവേഴ്സിറ്റി. ഈജിപ്തിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന സമയത്ത് അത് കുറച്ച് പഠിച്ച് പാസ്സാവാൻ അത്യാവശ്യം കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂ. എന്നാൽ നെഹ്ദ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഒരു ഏറെക്കുറെ പഠനത്തോട് കമ്മിറ്റഡ് ആണെങ്കിൽ നമുക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റും. ക്വിസ്, പ്രസന്റേഷൻസ് അങ്ങനെ കുട്ടികളെ ആക്റ്റീവായിട്ട് നിർത്തുന്ന ഒരു രീതിയിലുള്ള പഠന സംവിധാനമാണ് നെഹ്ദ യൂണിവേഴ്സിറ്റിയിലുള്ളത്. മാത്രമല്ല അവിടെ നല്ല ഇന്ത്യൻ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. ഏകദേശം അത്യാവശ്യം മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഫുട്ബോൾ ടൂർണമെന്റ്, അതുപോലെ തന്നെ ബാഡ്മിന്റൺ കോർട്ട്, അങ്ങനെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല ഒരുമയും ഒത്തൊരുമയും നല്ല കൂട്ടായ്മയും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ബനു സൈഫ്. സോ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എജുക്കോളിങ്ങിനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നിരവധി സ്റ്റുഡൻസ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാഫ് കാര്യങ്ങൾ ചെയ്തു തരും. സോ അവിടുത്തെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അവർ ക്ലിയർ ചെയ്ത് തരും. സോ നമുക്ക് പ്രൊഫസേഴ്സിനോടൊക്കെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു അക്കാഡമിക് എൻവയോൺമെന്റും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബനു സൈഫും അതുപോലെ തന്നെ നെഹ്ദ യൂണിവേഴ്സിറ്റിയും. സോ ഈ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. സോ തീർച്ചയായിട്ടും ഈ നെഹ്ദ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യില്ല. കാര്യം നല്ലൊരു അക്കാഡമിക് ജേണി, നിങ്ങൾക്ക് നല്ലൊരു അക്കാഡമിക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു ലൈഫ് എക്സ്പീരിയൻസും ഈ യൂണിവേഴ്സിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള നിരവധി സ്റ്റുഡൻസിൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. സോ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ബൈ.